ശ്രീ എം ജയചന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് ഇപ്പോൾ വരുന്നത് ഒരുപക്ഷെ ബി ജെ പിയുടെ അകത്തുള്ള വിഷയങ്ങളടക്കം സന്ദീപ് വാര്യരുടെ ആരോപണം മാത്രമല്ല, സേതു പണിക്കരും ഷാബു പ്രസാദും പ്രകടമാക്കുന്ന ഒരു പ്രതീക്ഷ കൂടിയുണ്ട്, അത് പാർട്ടിക്കകത്ത്. പക്ഷേ അമിത്ഷാ ഈ പാർട്ടിക്കകത്തുള്ള ഡിസിപ്ലിൻ അപ്പുറത്തേക്ക് ലക്ഷ്യമിടുന്നത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയുമാണ്. അത് യു ഡി എഫ് അവിടെ നിൽക്കട്ടെ, എൽ ഡി എഫിന് കൊടുക്കുന്ന ചില സന്ദേശങ്ങൾ കൃത്യമായിട്ടുണ്ട്. മത തീവ്രവാദ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സ്വീകരിച്ച, സി പി എം സ്വീകരിച്ച ചില നിലപാടുകളെ എടുത്തു പറയുകയുണ്ടായിരുന്നു. ഇന്ന് സി സദാനന്ദൻ മാസ്റ്റർക്ക്, സി പി എം 2 കാലം വെട്ടിയ സി സദാനന്ദൻ മാസ്റ്റർക്ക് രാജ്യസഭയിലേക്ക് ക്ഷണിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കുന്നത് ഇടതുപക്ഷത്തിനാണ്. അത് ഇടതുപക്ഷത്തിനുള്ള സന്ദേശമാണ്. നേരത്തെ പറയുന്നത് പോലെ യു ഡി എഫിന് ഇനി ചോരാനൊന്നുമില്ല, വോട്ട് പോകുന്നത് ഇടതുപക്ഷത്തിൻ്റെ ബെൽറ്റിൽ നിന്നാണ്. ബി ജെ പി വളരുമ്പോൾ അതെവിടെയാണ്, ആർക്കാണ് ക്ഷീണമുണ്ടാകുന്നത് എന്നാണ് കണ്ടറിയേണ്ടത്. കേരളം പിടിക്കേണ്ട 2024-ൽ, പക്ഷേ കേരളത്തിൽ കരയിൽ ചവിട്ടാൻ പറ്റിയാൽ പോലും അത് നേട്ടമായി പാർട്ടിക്ക്, ബി ജെ പിക്ക് കാണാൻ പറ്റും. ഇനിയും വർഷങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരു ഗെയിം പ്ലാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ എൽ ഡി എഫിനുണ്ടാകുന്ന ക്ഷീണം ഒരു വലിയ ക്ഷീണമാണ്. അങ്ങനെയേ ഇല്ല. ആ അവകാശവാദങ്ങൾ പരിപൂർണമായിട്ട് ഇടതുപക്ഷത്തിന് തള്ളിക്കളയാൻ പറ്റുമോ? ഇത് ഇപ്പോ ഈ ഇവിടെ നടന്ന ചർച്ചയുടെ ഫോക്കസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബി ജെ പി സ്ട്രാറ്റജിയാണ് ഇക്കാര്യത്തിൽ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഈ ഇത്ര നേരത്തെ ബി ജെ പി വളരെ വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടാക്കി ഇത്ര നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഒരു സന്ദർഭം സമീപകാലത്തെങ്ങും ഒരു തെരഞ്ഞെടുപ്പുകളിലും, നിയമസഭയിലോ ലോക്സഭയിലോ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലോ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഒരു ഇലക്ഷനിയറിംഗ് പ്രോസസ്സുകളിലും അങ്ങനെ മനസ്സിലാക്കപ്പെട്ടിട്ടുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ബി ജെ പി കൃത്യമായ ഗെയിം പ്ലാനോടുകൂടി ഇറങ്ങിയിരിക്കുന്നു. ഇവിടെ മാത്രമല്ല, അതാണ് അതിന്റെ ശ്രദ്ധേയമായ അടിത്തറ എന്ന് പറയുന്നത്. അടുത്ത വർഷം അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തമിഴ്നാട്ടിലും ഇതേ സ്ട്രാറ്റജിയാണ് വേറൊരു രൂപത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നത്, ഇപ്പോഴേ വരുന്നത്. അതിന്റെ തുടക്കം കണ്ടത് ഇപ്പൊ ഇന്നലെ ഇവിടെ ബി ജെ പി സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് അമിത്ഷായുടെ പ്രസംഗം ഉണ്ടാവുന്നത്. ഫെബ്രുവരി അവസാനം തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇതേ അമിത്ഷാ അവിടെ ഒരു പ്രസംഗം നടത്തി. അന്ന് ഇതേ വിഷയമായിരുന്നു ജനം ചാനലിൽ ചർച്ച ചെയ്തത്. ഞാൻ ആ ചർച്ചയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം ഓർമ്മിച്ച് പറയാൻ കാരണം. അന്ന് അമിത്ഷാ അവിടെ കോയമ്പത്തൂരിലെ പ്രസംഗത്തിൽ പറഞ്ഞത് അടുത്ത വർഷം സ്റ്റാലിൻ ഭരണത്തെ തൂത്തെറിയും, കടപുഴക്കും, NDA അധികാരത്തിലെത്തും തമിഴ്നാട്ടിൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ അന്ന് അണ്ണാമലയാണ് അവിടെ പ്രസിഡന്റ്. പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോ അണ്ണാമലയ്ക്ക് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്നു. പിന്നീട് വരുന്നത് നയനാർ നാഗേന്ദ്രനാണ് അവിടെ വരുന്നത്. നയനാർ നാഗേന്ദ്രൻ വരുന്നതിന്റെ കാര്യം എല്ലാവർക്കും പിന്നീട് മനസ്സിലായി. എടപ്പാടിയുമായിട്ട് AIADMK-യുമായിട്ട് സഖ്യത്തിലായി തമിഴ്നാട്ടിൽ BJP NDA. അപ്പോൾ രണ്ടുപേരും, എടപ്പാടിയും അണ്ണാമലയും ഒരേ സമുദായമാണ്. അത് മാത്രമല്ല, നേരത്തെ ജയലളിത അടക്കം ചീത്ത വിളിച്ച ആളും കൂടെയാണല്ലോ അണ്ണാമലൈ. അതുകൊണ്ട് മാറ്റണം, പുതിയൊരു സമുദായത്തിന്റെ പ്രാതിനിധ്യം കൂടെ വരണം. അങ്ങനെ നയനാർ നാഗേന്ദ്രൻ തേവർ സമുദായക്കാരൻ, മറ്റൊരു ഗൗണ്ടർ സമുദായമാണ്. നയനാർ നാഗേന്ദ്രൻ തേവർ സമുദായമാണ്. അങ്ങനെ ആ സമുദായക്കാരനെ കൊണ്ടുവരുന്നു. അങ്ങനെ അവിടെ ഒരു അഴിച്ചുപണി നടക്കുന്നു. അതാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചത്. അപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഉണ്ട് അവിടെ. 2021-ലെ തെരഞ്ഞെടുപ്പിൽ 3.5% BJPക്ക് NDAക്ക് തമിഴ്നാട്ടിലെ വോട്ട് വിഹിതം. ആ വോട്ട് വിഹിതം 2024-ലെ തെരഞ്ഞെടുപ്പിൽ 11.2% വർദ്ധിപ്പിച്ച ആളാണ് ഇദ്ദേഹം അണ്ണാമലൈ. എന്നിട്ടും സ്ഥാനം പോയി. അത് കഴിഞ്ഞ ആ വസ്തുത അവിടെ നിൽക്കുന്നു. ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇവിടെ പിന്നീട് പെട്ടെന്ന് ഇവിടെ മാറ്റം ഉണ്ടാകുന്നു. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ വരുന്നു. ഇന്നലെ അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം പുതിയ അഴിച്ചുപണി നേതൃത്വത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോഴോ ഞാൻ മനസ്സിലാക്കിയത്, അതിനു മുൻപ് തുഷാർ വെള്ളാപ്പള്ളിയുമായി വിശദമായ ചർച്ച ഡൽഹിയിൽ നടത്തി. ക്രിസ്ത്യൻ സമുദായത്തിലെ ചില ആൾക്കാരെ ക്രിസ്ത്യൻ സമുദായത്തിൽ ചില സംഘടനകൾ പുതുതായിട്ട് ഉണ്ടായിട്ടുണ്ടല്ലോ, BJP അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സംഘടനകൾ, അവരെ അടക്കം ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തിയിട്ടാണ് പുതിയ ചില തീരുമാനങ്ങളും താല്പര്യങ്ങളും ഉണ്ടാകുന്നത്. തുഷാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോഴും
NDA ചെയർമാനും കൂടെയാണല്ലോ. അദ്ദേഹത്തിനും കൂടെ പിന്നെ ഇംഗിതങ്ങൾ ചോദിച്ചിരിക്കാം. അദ്ദേഹത്തിന് മാത്രമല്ല വെള്ളാപ്പള്ളിയും ചോദിച്ചിരിക്കാം, നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇദ്ദേഹത്തിന് ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്, ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ പുതിയ സംഗതി ഉണ്ടായിരുന്നു. അപ്പം വേറൊരു കാര്യം കൊണ്ട് കേട്ടോ, ഈ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞല്ലോ പ്രിയ സുഹൃത്ത് ഷാബു പ്രസാദും ചൂണ്ടിക്കാണിച്ചു. അത് അന്ന് കഴിഞ്ഞ വർഷം ജൂൺ 4-ന് പാർലമെന്റ് ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന്റെ ആ ആഴ്ചയിൽ ഇറങ്ങിയ ദ വീക്ക് വാരികയിൽ, മനോരമയുടെ ദ വീക്ക് ഉണ്ടല്ലോ, അതില് സുരേഷ് ഗോപിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഒരു ബോക്സിൽ BJPയുടെ വിജയവും പിന്നെ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ. അതിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ ജയിച്ചത് അപ്പൊളിറ്റിക്കൽ വോട്ട് കൊണ്ടാണ്, BJP വോട്ട് കൊണ്ടല്ല. എസ്റ്റാബ്ലിഷ് ചെയ്യാണ് സുരേഷ് ഗോപി ആ വാദം. അത് വിശദമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ വന്നപ്പോ പിന്നെ BJP നേതൃത്വം, കേന്ദ്ര നേതൃത്വം കാണുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ വ്യാപകമായി അപ്പൊളിറ്റിക്കൽ വോട്ടുണ്ടെന്ന് അവർ അക്നോളജ് ചെയ്തു സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ. അത് ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയുന്നതാണെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അതാണ് പുതിയ പ്രതിഭാസമായിട്ട് അവർ അഡ്രസ് ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. സുരേഷ് ഗോപിയെ മാറ്റി നിർത്തിയാൽ പോലും ഉണ്ട് ഈ പറഞ്ഞ പോലെ 11 മണ്ഡലങ്ങളിൽ ഒന്നാമത്, 9 രണ്ടാമത്, ആറ്റിങ്ങലുണ്ട്, കഴക്കൂട്ടമുണ്ട്, ശോഭാ സുരേന്ദ്രൻ കായംകുളത്തുണ്ട്. അതായത് അതല്ലാത്ത വോട്ടുകളുമുണ്ട്. സുരേഷ് ഗോപിയെ മാറ്റി നിർത്തിയാൽ പോലും ക്രമാനുഗതമായിട്ടുള്ള ഒരു മുൻതൂക്കം BJP നേതാക്കന്മാർക്ക് തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അവിടെ ക്ഷീണിച്ചിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അത് നേരിട്ട് അടികിട്ടിയിരിക്കുന്നത് LDF-നല്ലേ? അല്ല, നോക്കൂ, ഞാൻ പറയുന്നത് LDF-ന്റെയോ UDF-ന്റെയോ കാര്യമില്ല. അപർണ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ എന്റെ ആർഗ്യുമെന്റ് ആണ് പറയുന്നത്. നിങ്ങളുടെ ആർഗ്യുമെന്റ് എന്റെ വായിലേക്ക് കുതിർത്തിക്കാൻ നോക്കിയാൽ ഞാൻ വഴങ്ങുകയുമില്ല. എനിക്ക് എന്റെ ആർഗ്യുമെന്റ് പറയാനാണ് താല്പര്യം. നിങ്ങളുടെ ആർഗ്യുമെന്റിലേക്ക് ഞാൻ വീഴുന്നില്ലെന്നേ. ഞാൻ പറയുന്നത് എന്റെ നിലപാടുകളാണ് ഞാൻ പറയുന്നത് ഇക്കാര്യത്തിൽ. അതില് ഈ വരുമ്പോ ഈ അപ്പൊളിറ്റിക്കൽ വോട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ക്രിസ്ത്യൻ ലീഡേഴ്സ് വേണം എന്ന് BJP തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അനിൽ ആന്റണിക്ക് പ്രധാനപ്പെട്ട കീ പോസ്റ്റ് വരുന്നത്. പിന്നെ ഇനിയും അദ്ദേഹം അവിടെ കൊണ്ട് നിർത്തുന്നില്ല, വേറെ ചില പോസ്റ്റുകൂടെ വരുമെന്ന് കേൾക്കുന്നു. അത് വരട്ടെ, അതൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട് അപർണ. ഇതില് എവിടുന്നാണ് വരുന്നുണ്ടോ? എവിടെന്നോ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ശ്രീ എം ജെ തുടർന്നോളൂ, അത് വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അത് ആ ഒരു തരത്തിലുള്ള ഒരു വലിയ സ്ട്രാറ്റജി ഇവിടെ കൊണ്ടുവന്നിട്ട് അമിത്ഷായ്ക്ക് അങ്ങനെ ഇവിടെ ഒരു ഇളക്കം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് വരുമ്പോ അതിൽ പറയുന്ന താങ്കൾ തന്നെ ചോദിച്ചല്ലോ, മറ്റു പാനലിസ്റ്റോട് ചോദിച്ച ചോദ്യം എന്നോട് ചോദിക്കാത്ത ചോദ്യമാണ്. ഈ അതിൻ്റെ അകത്തെ പടലപ്പിണക്കങ്ങൾ ഒരു കാര്യവുമില്ല. BJP ഒരു കേഡർ പാർട്ടിയാണ്. ഒരു കേഡർ പാർട്ടിയിൽ നിന്ന് വലിയ സ്ഫോടനങ്ങൾ ആരുണ്ടാക്കിയാലും ശരി, അത് വലിയ നേതാവാണെങ്കിലും ഇടത്തരമാണെങ്കിലും ലോ ഗ്രേഡിലുള്ളതാണെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവില്ല. അത് BJPയിലാണെങ്കിലും അതെ, CPM-ലാണെങ്കിലും അതെ. പക്ഷെ കോൺഗ്രസിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. അതാണ് അതിന്റെ വസ്തുത. ആ തരത്തിൽ ഇത് കാണേണ്ടതുള്ളൂ. ഞാൻ അത്രയും പോലും ഗ്രാവിറ്റി BJP കാര്യത്തിൽ ഉണ്ടാവില്ല. കാരണം എല്ലാവർക്കും എവിടെയെങ്കിലും സ്പേസ് കിട്ടിയാൽ മതി. ആ സ്പേസ് കൊടുക്കാൻ അവർ തയ്യാറുമാണ്, അത് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഇനി താങ്കളുടെ ആ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, പിന്നെ CPM വിശേഷിച്ചും LDF പൊതുവിലും പറ്റിയ പിന്നെ എവിടെയാണ് തങ്ങളുടെ കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോയതെന്ന് അവർ കൃത്യമായി അസസ് ചെയ്തിട്ടുണ്ട്. ആ പാർലമെന്റ് ഇലക്ഷന് ശേഷമുള്ള അവലോകന രേഖയിൽ അത് വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് CPM. അതനുസരിച്ചിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സംഘടനാപരമായി അവർ ചെയ്തുകൊണ്ടേ വരുന്നുണ്ട്. അത് എത്രത്തോളം പിന്നെ റിസൾട്ട് ഓറിയന്റഡ് ആണെന്നുള്ളത് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ റിസൾട്ട് ഓറിയന്റഡ് ആവും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത്രത്തോളം പിന്നെ അല്ലാത്തൊരു കാര്യത്തിന്, ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാത്തൊരു കാര്യത്തിന് അവര് തുനിഞ്ഞിറങ്ങുന്ന പക്ഷിയല്ലല്ലോ CPM, പ്രത്യേകിച്ചും അറിയാമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ സദാനന്ദൻ മാസ്റ്ററുടെ കാര്യമാണല്ലോ ചോദിച്ചത്. അതൊക്കെ സൗകര്യം പോലെ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള പിന്നെ യൂണിയൻ ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിയല്ലേ BJP. അവർക്ക് അത്തരത്തിലുള്ള ഒരാളെ ലിസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അനായാസം ചെയ്യാൻ പറ്റുന്ന ശ്രീ എം ജെ ചന്ദ്രൻ, അത് ഒരാളെ അല്ല, സദാനന്ദ മാസ്റ്റർ വിഷയം ശ്രീ എം ജെ ചന്ദ്രൻ ഇത് വളരെ കോൺഫിഡൻസ് ആയിട്ട് എടുക്കണ്ടല്ലോ. അമിത്ഷാ വരുന്നു, അമിത്ഷാ 2026 ഇതെന്ന് പറയുന്നു, വളരെ ബൂത്ത് തല പെനിട്രേഷനിലേക്ക് കടക്കുന്നു. അതിനുശേഷം പി സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിലൊരു സന്ദേശം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തെ അണികൾക്ക് കൂടിയാണ്. ഇങ്ങനെ ഈ രീതിയിൽ രാഷ്ട്രീയ ശത്രുത നേരിട്ട ഒരാളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലൂടെ അത് പാർട്ടിയിലെ അണികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്.
സ്വാഭാവികമായിട്ടും അത് കൃത്യമായി LDF-നെയും UDF-നെയും അകറ്റി നിർത്തുകയാണ്. ഇതാണ് ഞങ്ങൾ നൽകുന്ന ഒരു റിവാർഡ്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ ഘട്ടത്തില്ലേ. അതായത് ഈ സന്ദീപ് വാര്യർ സൂചിപ്പിച്ചൊരു കാര്യം തന്നെയാണ് 400 പാർ, 400-ലധികം മലയാളത്തിൽ പറഞ്ഞാൽ. ഈ 400-ലധികം വേണമെന്നുള്ളത് BJP-യുടെ ഒരു വെറും ആഗ്രഹം മാത്രമല്ല, അത് അവരുടെ ഒരു താല്പര്യമായിരുന്നു. ആ താല്പര്യത്തിനനുസരിച്ചാണ് അവർ മത്സരിച്ചതും കരുക്കൾ നീക്കിയതും. പക്ഷേ 240 ജനങ്ങൾ ഒതുക്കി 52 സീറ്റും കൂടെ കൂടുതൽ കിട്ടി, 292 അതാണ് അവസ്ഥ. അപ്പോ ഈ തരത്തിൽ 35 സീറ്റ് നേടുമെന്നും 20,000 സീറ്റ് നേടും എന്നൊക്കെ പറയാനുള്ള അവകാശം അമിത്ഷായ്ക്ക് പരിപൂർണമായിട്ടും ഉണ്ട്. അതിനുള്ള വൈഭവമുള്ള, അങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വൈഭവമുള്ള വലിയ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം, ആഭ്യന്തരമന്ത്രിയുമാണ്. അപ്പൊ അതിനെ ആ തരത്തിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ അതൊരു ഗ്രൗണ്ട് ക്ലിയറൻസിനുള്ള സ്ട്രാറ്റജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആയിട്ടൊന്നും കാണാനേ കഴിയില്ല. പ്രത്യേകിച്ച് അമിത്ഷായെ പോലെ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആളിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അതിന്റെ ഒരു കാര്യമുണ്ട്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ മറ്റേ കാര്യമാണ് പ്രശ്നം. BJP തമിഴ്നാട്ടിലും കേരളത്തിലും കൊണ്ടുവരുന്നത് ഈ ജാതി സമുദായ പരമായിട്ടുള്ള ഒരു ഇക്വേഷനെ എങ്ങനെ അതെങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് നോക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്, കേരളത്തിൽ മുൻപുണ്ടായിരുന്ന രാജീവ് ചന്ദ്രശേഖരന് മുമ്പുണ്ടായിരുന്ന നേതാക്കന്മാർ ഇവിടുത്തെ സമുദായ നേതാക്കന്മാരുമായി ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന ആ ബന്ധം അങ്ങനെ ഇല്ല എന്ന് BJP കേന്ദ്ര നേതൃത്വം തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ കൂടെ എഡ്ജ് രാജീവ് ചന്ദ്രശേഖരനെ അവര് ബ്ലാങ്കറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള എന്നാണ് എന്റെ ഒരു മനസ്സിലാക്കൽ. അങ്ങനെ ഞാൻ തിരികെ എത്താം. ശ്രീ M. ജയചന്ദ്രൻ.